എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, 9/6 21/7/2025 മൺഡേ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് പ്ലാനാണ് എൻ്റെ പറയാനായിട്ട് പോകുന്നത്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. അതേപോലെ വീഡിയോ കാണുന്നവർക്ക് മോർണിംഗ് ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പബ്ലിക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, അതിൽ ഫ്രീ ആണ്. നേരിട്ട് വിളിച്ചിട്ട് റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണ് പൊതുവെ വന്നിരിക്കുന്നത്. ഒരു 30 പോയിന്റ് 50 പോയിന്റിൻ്റെ ഉള്ളിലായിരിക്കും മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 25,095 ആ ഒരു ലെവലിൽ ഒരു ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്കാണ്, ഈ ഒരു 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ. അപ്പം അങ്ങോട്ട് തിരിച്ചു പോകാനായിട്ടാണോ ഈ പാട് കഴിക്കണമെന്ന് ആദ്യമേ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ്സിൽ RSI ഓൾറെഡി അപ്പർ സൈഡാണ്. അത് ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് ഡൗൺ ആയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതിൽ പോസിബിലിറ്റി ഉള്ളത് 30 മിനിറ്റിൻ്റെ SMA ഓൾറെഡി മുകളിലാണ്. 30 മിനിറ്റിൽ RSI അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. ഇത് 50% കൂടെ കവറപ്പ് ചെയ്ത് മുകളിലേക്ക് വന്നാലേ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ ഒരു എന്താ പറയണ്ടേ, ഈ ഭാഗത്ത് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് മേളിൽ പോയി ഒരു M പാറ്റേൺ പോലെ വന്നിട്ട് തിരിച്ച് ആ ഭാഗത്തേക്ക് റീടെസ്റ്റിന് വേണ്ടി പോവുകയാണോ എന്ന് നോക്കണം. 25,080 ഭാഗത്തേക്ക് ഈ ഗ്രീൻ ലൈനും അതേപോലെ ഈ SMA വരുമ്പോൾ അവിടെ ചെന്ന് റീടെസ്റ്റ് അടിച്ചിട്ട്, അപ്പോൾ രണ്ട് പോസിബിലിറ്റിയാണ് അവിടെ മാർക്കറ്റിലുള്ളത്. അതായത് ഒരു ലോ വന്നു, ഒരു ഹൈ വന്നു, പിന്നെ വലിയൊരു ലോ വരാം. അതൊരു ഫസ്റ്റ് ഒരു പ്രയോറിറ്റി ഉണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രയോറിറ്റി ഒരു W പാറ്റേൺ വന്നിട്ട് മുകളിലോട്ട് പോകാം. അതായത് താഴത്തോട്ട് വന്നു, ഒരു ഹൈ വന്നു, വീണ്ടും ഒരു ലോ വരുന്നു, വീണ്ടും ആ ടെസ്റ്റ് ചെയ്ത ഹൈയിലേക്ക് വന്നിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാം. അതായത് ഏകദേശം ഒരു M പാറ്റേൺ പോലെ തന്നെ ഒരു W പാറ്റേൺ വരാം. അല്ലെങ്കിൽ ചെന്ന് റീടെസ്റ്റ് അടിച്ച് താഴത്തോട്ട് വീണ്ടും ഇതേപോലെ തന്നെയുള്ള ഒരു 3 ക്യാൻഡിൽ ഫോർമേഷൻ ഡൗൺ സൈഡിലേക്ക് ഫാൾ ഉണ്ടാവാം. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ RSI 30 മിനിറ്റിൽ അപ്പർ സൈഡിലേക്ക് ആയിട്ടുണ്ട്. 1 അവറിൽ ഡൗൺ സൈഡാണ്, 2 അവറിൽ ഡൗൺ സൈഡാണ്, 4 അവറിൽ ഡൗൺ സൈഡാണ്, 15 മിനിറ്റ്സിൽ RSI ക്രോസ് ഓവർ ചെയ്ത് അപ്പുറത്ത് നിൽക്കുന്ന താഴത്തോട്ട് കയറാൻ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള അപ്പാണോ എന്നുള്ള കാര്യം മാത്രം നോക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ലോങ് ഹോൾഡിങ് ഇത്തിരി പാടാണ്. അപ്പം അതുകൊണ്ട് ട്രെയിൽ ചെയ്ത് വെക്കുക. ഇപ്പോൾ 2 ലോട്ട് എടുത്താൽ ഒരെണ്ണം കൊടുക്കുക, ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കുക. അതായത് ആദ്യത്തെ ഡെയിലി ടച്ച് ഒപ്പിക്കുക എന്നുള്ളതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ആ ഡെയിലി ടച്ച് ഒപ്പിച്ചിട്ട് അതിനപ്പുറത്തേക്ക് ഹൈ വോളിയത്തിൽ വല്ലതും പോയി കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നോക്കാം. ഒന്നെങ്കിൽ ലോ ഹൈ വീണ്ടും വലിയ ലോ ആഫ്റ്റർ റീടെസ്റ്റിന് ശേഷം, ഇല്ലാന്നുണ്ടെങ്കിൽ ട്രെൻഡ് കണ്ട് W പാറ്റേൺ. ഇതാണ് രണ്ടെണ്ണം ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനപ്പുറം 25,090 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 25,115 മൂവ്, ഒരു ഇൻബിറ്റ്വീൻ സ്പേസ് ഫോക്കസ് ചെയ്യും. കാരണം ഈ ഒരു ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ട് അങ്ങോട്ടുള്ള ഒരു അപ്പം കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ABC 3 പ്ലാനാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. ബാക്കി RSIയുടെ കൺഫർമേഷൻസ് അനുസരിച്ചിട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള ക്യാൻഡിൽ ഇപ്പം നിലവിൽ മാർക്കറ്റ് 33 പോയിന്റാണ് അപ്പായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിലവിലുള്ള ക്യാൻഡിലിന്റെ ഹൈ, അതായത് 25,040 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഈ ഒരു 25,060 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവല് 25,090 എന്നുള്ള ഒരു റീടെസ്റ്റ് ഏരിയ ഉണ്ട്.
3 ഏരിയയാണ്. അതായത് 25,90, 25, 103 അതും കവറപ്പ് ചെയ്താ 25, 115 എന്നുള്ള ലെവലിൽ പോയി കൺസോളിഡേഷൻ ആവുമോ, അതുക്കും മേലോട്ട് പോകുമെന്നൊക്കെ അപ്പൊ ആ സമയത്ത് നോക്കാം. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഈ 25,000-നും 40,000-നും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 25,059, 25,090, 25, 103 ആണ്. അപ്പൊ നേരെ മറിച്ച് ഈ 25,045-ന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ഡൗൺ ആയാൽ മാത്രമാണ് താഴത്തേക്കുള്ള 25,012, 24,985 അതായത് ഡബിൾ ബോട്ടം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു റെഡ് ലൈൻ 25,045-ന്റെ മുകളിലോ താഴെയോ ക്യാൻഡിൽ ഒരു 60% എങ്കിലും ക്ലോസ് ചെയ്യണം. അത് ഏത് രീതിയിലാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഹൈ വോളിയത്തിൽ കയറി പോവാം, ചിലപ്പോൾ ചെറിയ ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിലായിരിക്കും കയറി പോകണം. അപ്പോൾ ക്യാൻഡിലിന്റെ ഫോർമേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് മാക്സിമം ആദ്യമേ കിട്ടുന്നത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് എടുക്കാനായിട്ടാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ എന്താ ഫ്യൂച്ചറിന്റെ അപ്ഡേറ്റഡ് പ്ലാൻ ആയിട്ട് ഞാൻ കാണുന്നത്. ഇനി സ്ട്രൈക്കിലേക്ക് പോവാം. സ്ട്രൈക്കിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് 24,900 സിയും 25,100 പി ആണ്. അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡലിന്റെ ഹൈ അല്ലെങ്കിൽ 200-ന് മുകളിലോട്ട് ക്യാൻഡിൽ സ്റ്റേ ചെയ്ത് ഈ ഒരു റെഡ് ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് 211 ബ്രേക്ക് ചെയ്താൽ 220, 237, 250 നോർമൽ വ്യൂവും ഒരു ഡ്രീം ടാർഗറ്റ് ആയിട്ട് കാണുന്നത് 293, 328 ആണ്. മേജർ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് ഞാൻ കാണുന്നത് 165-ന് താഴത്തോട്ടുള്ള ഡൗൺ ആണ്. 182-ന്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 165 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ അത് ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകും. കാരണം സ്റ്റിൽ 50 മിനിറ്റ്സിന്റെ RSI ഇപ്പോഴും അപ്പർ സൈഡ് ആണ് നിൽക്കുന്നത്. അത് റെഡിലേക്ക് കയറാതെ പിയുടെ മൂവ് സ്റ്റാർട്ടായി എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്ത് താഴത്തോട്ട് വന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ ഈ RSIയുടെ കൂട്ടത്തിൽ താഴത്തോട്ട് വരണം, അല്ലെങ്കിൽ ഈ RSI ക്രോസ് ചെയ്ത് റെഡിലേക്ക് വരുമ്പോൾ ഹൈ വോളിയത്തിൽ സി മുകളിലോട്ട് പോകണം. അപ്പൊ അത് ഓരോ ലെവല് കഴിഞ്ഞാലാണ് അത് ഫോക്കസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തുള്ളൂ. അതേപോലെ പിയുടെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ 160-ക്ക് താഴത്തോട്ടൊക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഡൗൺ ആയി 135-ലേക്കോ 117-ലേക്കോ വരുമെന്ന് പ്രതീക്ഷിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം 185-ന് മുകളിലോട്ടുള്ള ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ലോട്ട് കൂട്ടിയിട്ട് 197-ലേക്കുള്ള സ്കാൽപ്പിംഗ് ആയിരിക്കും ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് 214, 222 നോർമൽ വ്യൂവും 243, 252 എന്നുള്ളത് ഒരു ഡ്രീം ടാർഗറ്റുമായിട്ടാണ് മനസ്സിൽ കാണുന്നത്. ഇതൊക്കെയാണ് സ്ട്രൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പറഞ്ഞു വരുന്നത് 30 മിനിറ്റിൽ RSI അപ്പർ സൈഡ് ആണ്, 15 മിനിറ്റ്സിൽ അപ്പർ സൈഡിൽ ക്രോസ് ഓവറിൽ നിൽക്കുകയാണ്, 5 മിനിറ്റിൽ RSI താഴെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ 5 മിനിറ്റിന്റെ RSIയും കൂടെ കർവ് ചെയ്ത് വന്നാൽ മാത്രമാണ് ഒരു ഹൈ വോളിയം മൂവ്മെന്റ് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ 220-ന് മുകളിൽ ഇവിടെ ഒരു ഷെയ്ഡ് ഉണ്ട് 230 വരെ. 220 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ. അപ്പൊ പിയില് 185, 197 ഭാഗത്തേക്കുള്ള ആദ്യത്തെ മൂവ്മെന്റ് അത് പാടാണ് കിട്ടാനായിട്ട്. അത്ര നമ്മൾ ഈ പറഞ്ഞ പോലെ മൗസിൽ കൈവച്ചോണ്ടിരിക്കണം. 170-ൽ കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തിട്ടുമുണ്ട്. അപ്പൊ SMA തട്ടി നിൽക്കുന്നതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് 193 വരെ പോയിട്ടുണ്ട്. ഒരു തവണ കൂടെ പോകാനായിട്ടുണ്ട് അത് ശരിക്കും. ഈ 50 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഒന്നും പറയാൻ പറ്റില്ല. ഓൾറെഡി 192 ടച്ച് ചെയ്തിട്ടുണ്ട്. ഒരു തവണ കൂടെ അങ്ങോട്ട് വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 25,000-ലാണ് ഫ്യൂച്ചർ നിൽക്കുന്നത്. അത് 24,980-ലേക്ക് മുട്ടാനായിട്ടുള്ള ഒരു സ്പേസ് ഫ്യൂച്ചറിൽ കിടപ്പുണ്ട്. അപ്പോൾ 24,980-ലേക്ക് 17 പോയിന്റ് ഡൗൺ ആവാനായിട്ടുണ്ട്. അപ്പൊ ആ ഡൗണ് ഫ്യൂച്ചറിൽ താഴത്തോട്ട് വരുമ്പോൾ പി ഒന്നും കൂടെ ചെന്ന് 192 മുട്ടാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. 12 പോയിന്റ് ഫ്യൂച്ചർ ഡൗൺ ആവാനുണ്ട്. അപ്പൊ 12 പോയിന്റ് ഫ്യൂച്ചർ ഡൗൺ ആകുമ്പോഴത്തേക്കും 189 എന്നുള്ളത് ഒരു 90, 92 വരെയൊക്കെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ 15 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ നേരം അവിടെ സ്ട്രഗിൾ ചെയ്യും. എനിവേ വെയിറ്റ് ചെയ്യാം. 182-ന് മുകളിലോട്ട് പോവാതെ ഒരു കാരണവശാലും ഞാൻ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യില്ല.
160 താഴത്തോട്ട് ഡൗൺ ആയാൽ മാത്രമേ 170 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 160 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ മാത്രമേ പി ഡൗൺ ആയി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 197 200 ഒരു അപ്രോക്സിമേറ്റ് ടാർഗറ്റ് റീച്ച് ചെയ്യേണ്ട ലെവൽ തന്നെയാണ്. ഓക്കെ, 191, 193, 193, 197, 200ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. 197, 200. അപ്പോൾ ഞാൻ പറഞ്ഞത് ഫ്യൂച്ചറിൽ 24,980 ഭാഗത്തേക്ക് മാർക്കറ്റ് വരേണ്ടതായിട്ടുണ്ട്. കണ്ടോ, 24,980 എന്നുള്ള ലെവലിലേക്ക് 30 മിനിറ്റിൽ വരേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിയിൽ വീണ്ടും കോൺസെൻട്രേഷൻ ചെയ്തത്. RSI അപ്പർ സൈഡിലേക്കാണ്, കാര്യം ശരിയാണ്. 5 മിനിറ്റിലും ഡൗൺ സൈഡാണ്. അതാണ് ഒരു 30 മിനിറ്റിന്റെ RSI അപ്പർ സൈഡിലേക്കാണെന്നും പറഞ്ഞുകൊണ്ട് അതിൽ റെഡ് വന്നുകൂടായികയൊന്നുമില്ല. കാരണം ഇവിടെ ഇത്രയും വലിയ മൂവ്മെന്റ് ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ എത്ര റെഡ് വന്നിട്ടുണ്ട് കണ്ടില്ലേ? അപ്പൊ അത് ചെറിയ ടൈം ഫ്രെയിം വെച്ചിട്ടാണ് അനലൈസ് ചെയ്ത് എടുക്കുന്നതിന്റെ റീസൺ. അപ്പോൾ മാർക്കറ്റ് സ്റ്റിൽ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ളത് 215 ആണ്. അത് 213.50 അല്ലെങ്കിൽ 214 അവിടെയൊക്കെ പോയിട്ട് റിജക്റ്റ് ആയില്ല. വൺസ് 215 ബ്രേക്ക് ചെയ്താൽ പിന്നെ 222 മാർക്കറ്റ് നോക്കിയാൽ മതി. കാരണം ഈ 5 മിനിറ്റിൽ നോക്കുമ്പോൾ ഇതൊന്ന് 5 മിനിറ്റിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. 5 മിനിറ്റിൽ RSI നോക്കി ഇപ്പോഴും അപ്പർ സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതിന്റെ നോയ്സ് കുറക്കുക. ഡബിൾ ബോട്ടം എന്തായാലും മാർക്കറ്റ് ക്ലിയർ ചെയ്യണം. 221 മാർക്കറ്റ് എന്തായാലും ടച്ച് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഞാൻ നിൽക്കുന്നത്. RSI ക്രോസ് ചെയ്ത് റെഡിലേക്ക് കയറുന്നത് വരെ എവിടം വരെ പോകും എന്നുള്ള കാര്യത്തിലാണ് പ്രസക്തിയുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റന്റ് ആണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വിക്കെങ്കിലും 222ലേക്ക് അടിക്കുമെന്ന് നോക്കണം. അപ്പൊ നോർമലായിട്ട് എൻ്റെ ടാർഗറ്റ് ലെവലുകൾ എന്ന് പറയുമ്പോൾ 185 മുകളിലോട്ടുള്ള മൂവ്മെന്റ്, 197, 214, പിന്നെ 222. അപ്പൊ അതിൽ 214 മുകളിൽ 219 വരെ മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 243, 252 എന്നുള്ളതൊക്കെ ഒരു ഡ്രീം ടാർഗറ്റ് ആണ്. ഇപ്പോൾ 222 മാർക്കറ്റ് റീച്ച് ചെയ്തു. അപ്പോൾ നോർമൽ ആയിട്ടുള്ള എൻ്റെ ടാർഗറ്റുകളൊക്കെ റീച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 240 എക്സ്പാൻഷൻ ആയ സ്ഥിതിക്ക് അങ്ങോട്ട് വരുമെന്നും കൂടെ നോക്കണം. അപ്പോൾ 240 മാർക്കറ്റ് റീച്ച് ചെയ്തു. 245 ആണ് റിജക്ഷൻ ഏരിയ. അപ്പോൾ ഞാൻ പറഞ്ഞത് 243 വരെയൊക്കെ മാർക്കറ്റ് പോകാം. 242, 243, 244.50. കാരണം 245 അഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ, വൺസ് 245 മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ആ ഡോട്ടിലാണ് ഇപ്പോൾ മാർക്കറ്റ് റിജക്ഷൻ ആയിട്ട് നിൽക്കുന്നത്. വൺസ് 245 ബ്രേക്ക് ചെയ്താൽ പിന്നെ 250 252 ഉള്ളൂ. അപ്പോൾ ഗ്രീനിലേക്ക് കയറുന്ന സമയത്ത് ഇപ്പൊ എൻ്റെ ചാർട്ടിനെ സംബന്ധിച്ച് ഈ ഗ്രീൻ ലൈനും ഒരു റെസിസ്റ്റന്റാണ്. അത് പ്രൈസ് മുട്ടണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. RSI ഈ ഗ്രീൻ ലൈനിൽ മുട്ടിയാലും എന്നെ സംബന്ധിച്ച് അതൊരു റെസിസ്റ്റന്റ് ഏരിയ ആണ്. 5 മിനിറ്റിൽ RSIയിൽ ഒരു ക്രോസ് ഓവർ ചെറിയ രീതിയിൽ വരുന്നുണ്ട്. ഈ ഒരു ഗ്രീൻ ക്യാനിൽ ഒരു ഇത്തിരി വീക്കാണ്. അതുകൊണ്ട് അതൊക്കെ വന്ന് കറക്ഷൻ ചെയ്തിട്ട് ഇവിടെ തന്നെ കൺസോളിഡേഷൻ ആയിട്ട് മേളിലോട്ട് പോകുമോ എന്നുള്ളത് ഈ RSIയുടെ ക്രോസ് ഓവർ റെഡിലേക്ക് കയറാതിരിക്കുന്നത്തോളം കാലം സ്റ്റേബിൾ ആയിട്ട് പോകുമെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. നമുക്കൊരു 1000 രൂപയെങ്കിൽ 1000 രൂപ ഡെയിലി കിട്ടും എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ 1000 രൂപയൊന്നും കിട്ടില്ല. ഒരു സാധാരണ പണിക്കാരൻ എന്ത് പണി ചെയ്യുന്നോ അതേ എഫർട്ട് തലക്ക് കൊടുക്കണം. മറ്റേത് കായിക അധ്വാനമാണ്. കുഴി വെട്ടുക, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇലക്ട്രിക് പ്ലംബിങ്ങിന്റെ വർക്ക് ഭിത്തി വെട്ടുക, അല്ലെങ്കിൽ വയറ് വലിക്കുക, അല്ലെങ്കിൽ പൈപ്പ് ഇടാനായിട്ട് പ്ലംബിങ്ങിന്റെ പണിക്ക് പൈപ്പ് ഇടാനായിട്ട് കുഴി വെട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത് ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബ്രെയിൻ ഫ്രീയാ. കാരണം അളവ് തരുന്നു, കുഴി വെട്ടുന്നു, നമ്മുടെ കൈയും കാലും വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ തലക്ക് അവിടെ വലിയ പണിയില്ല. പക്ഷേ ട്രേഡിങ്ങിൽ എന്ന് പറയുമ്പോൾ കൈയിലും കാലിലും വലിയ പണിയൊന്നുമില്ല. പക്ഷേ കൈകാലുകൾക്ക് ഉണ്ടാവുന്ന അതേ എഫർട്ട് പോലെ തന്നെയുള്ള വർക്ക് ബ്രെയിന് കൊടുക്കണം. അപ്പൊ പണിയെല്ലാം തുല്യം തന്നെയാണ്. ആ പണിക്കനുസരിച്ചിട്ട് ഓരോ പാർട്സ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ക്യാൻഡിൽ വീക്കാണ്. RSI ക്രോസ് ഓവർ ആയിട്ടുണ്ട്. താഴത്തോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാണിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെ അവിടെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് നോർമൽ ആയിട്ടുള്ള ടാർഗറ്റുകൾ ആദ്യമേ പറഞ്ഞത്. പിന്നെയുള്ള ഡ്രീം ടാർഗറ്റാണ് 244, 252 ഡ്രീം ടാർഗറ്റ്. പിന്നെ 240 വരെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി 240 ബ്രേക്ക് ചെയ്താൽ മാത്രം മാർക്കറ്റിൽ മൂവ്മെന്റ് കിട്ടത്തുള്ളൂ. അപ്പോ 9:41 ആയിട്ടുണ്ട്. 10 മണിയാകുമ്പോൾ കറക്റ്റ് വൈൻഡപ്പ് ചെയ്യും. ഇവിടെ ഒരു ഇത്തിരി സ്പേസ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് മാർക്കറ്റ്. 140 മുതൽ 145 വരെ. നിലവിലുള്ള ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോകണം. 138. ഉദാഹരണത്തിന് 138 നിലവിലുള്ള ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത ഈ ഒരു ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ടാണ് ഇത് തിരിച്ചു മുകളിലോട്ട് വന്നത്. അപ്പൊ നിലവിലത്തെ ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നിലവിലത്തെ ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത 138ലേക്ക് മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്യും. അതും കൂടെ കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. 10 മണിയാകുമ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യണം. 134, 136, 136, 137, 138. അപ്പോൾ ആ ക്യാൻഡലിൽ ഹൈ ബ്രേക്ക് ചെയ്തു 138 വരെ കുറച്ച് കൂടുതൽ. ശരിക്കും അവിടം വരെ വന്നാൽ പോരാ, ഈ ക്യാൻഡലിന്റെ ലോ വരെ വരണമെന്നുള്ളതാണ് കണക്കും പ്രകാരം ഒരു സ്പേസ് കിടക്കുന്നത്. എവിടം വരെ? 146. എപ്പോഴാ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ഇപ്പൊ 138 ഹിറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ റിജക്ഷൻ ആയി നിൽക്കുന്നത്. അപ്പോൾ 139, 140 മുതൽ 46 വരെയുള്ള ഒരു 6 പോയിന്റിന്റെ സ്പേസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി 10 മണിക്ക് മുമ്പേ വൈൻഡപ്പ് ചെയ്ത് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നതാണ്. 140 ബ്രേക്ക് ചെയ്താൽ 146ലേക്കുള്ള ഒരു മൂവ് കൂടെ കിടപ്പുണ്ട്. അപ്പൊ എന്തായിരിക്കും പിയിൽ സംഭവിക്കുന്നത്? 5 മിനിറ്റിന്റെ പിയിൽ എന്തായിരിക്കും സംഭവിക്കണേ? 191, 190, 184 ഭാഗത്തേക്ക് SMA വന്നിട്ട് സപ്പോർട്ട് എടുക്കണം. അപ്പോൾ ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാവും. 141, 190ലോ 191ലോ 183ലോ പി വന്നിട്ട് സപ്പോർട്ട് എടുക്കുമ്പോൾ സി ആ 140 എന്നുള്ള മൂവ് 146 വരെ പോകും. അല്ലെങ്കിൽ അതിനു മേളിൽ പോകാം. എവിടം വരെ പോകാം? അത് കഴിഞ്ഞിട്ടുള്ള ഒരു ലെവല് 153 പിന്നെ ഫ്ലക്ച്വേഷൻ എന്തായാലും മാർക്കറ്റിൽ വരും. ഫ്ലക്ച്വേഷൻ വരാതെ ഒന്നും മാർക്കറ്റ് എന്തായാലും മൂവ് ചെയ്യത്തില്ല. ഈ ക്യാൻഡിൽ വീക്കാണ്. ഇതൊന്നും വലിയ ഗ്രീൻ ക്യാൻഡിലോ അല്ലെങ്കിൽ ഇതൊന്നും ഒരു റെഡ് ക്യാൻഡിലോ ഒന്നും ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല. താഴത്തോട്ട് വന്നാലും തിരിച്ചു മുകളിലോട്ട് പോകാനുള്ളതാണ്. എനിവേ വെയിറ്റ് ചെയ്യാം. ഓക്കെ, 195, 193, 190, 190, 91 ഭാഗത്തേക്ക് വരുമ്പോൾ സി 146 ഭാഗത്തേക്ക് പോകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കണക്കായില്ലേ? അപ്പൊ ഈ ഗ്യാമ്പിളിംഗ് ആയിട്ട് നടത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്, എങ്ങനെയാണ് മാർക്കറ്റിന്റെ മൂവ്മെന്റ്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കണക്ക് കാണിച്ചു തന്നത്. എന്തുകൊണ്ടാണ് ഇത് ഡൗൺ ആയേ? 140 പോയിട്ട് ഈ ഒരു ക്യാൻഡിൽ വീക്കായിരുന്നു. RSIയിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ഇതേ താഴത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നായിരുന്നു ആദ്യത്തെ 138 ഇട്ടുള്ള മൂവ്മെന്റ് ഒരു 5 6 പോയിന്റ് 140 48ലാണ് എത്തി നിൽക്കുന്നത്. SMA മുട്ടി. ആ SMA മുട്ടുമ്പോൾ രണ്ടാമത്തെ ടാർഗറ്റ് 148 എത്തുമ്പോൾ നിർത്താമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ 153 എന്നുള്ള ഒരു ലെവലും കൂടി ഇവിടെ മാർക്കറ്റിൽ കിടപ്പുണ്ട്. എന്തായാലും ഇത്രയും വരെ വന്നു ഇരുന്നു. അപ്പോ 152, 154, 155 ഇനിയുള്ളത് ഈ ഒരു SMA ആണ്. RSI ഓൾറെഡി ക്രോസ് ഓവർ ആയി. ഇനിയുള്ളത് ഈ SMA റിജക്ഷൻ ആവുമെന്ന് നോക്കാം. 159 അതെങ്ങനെ ടാലി ആവണേ? എവിടെ ടാലി ആവും? ഈ വൈറ്റ് ഡോട്ടിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ SMA ഹിറ്റ് ചെയ്യും. ആ കണക്കും കൂടെ കാണിച്ചു തരാം. ഞാൻ കൾസർ വെച്ചിട്ടുണ്ട് റൈറ്റ് സൈഡ് പിയിൽ. ആ പിയിൽ
എൻ്റെ കൾസർ ലെവലിൽ വന്നിട്ട് പി ഹിറ്റ് ചെയ്യുമ്പോൾ സി 173 ടച്ച് ചെയ്യും. അപ്രോക്സിമേറ്റ്. ഓക്കെ. പിന്നെ ഇരുത്തും എന്നാണ് എനിക്ക് തോന്നണേ. കാരണം എൻ്റെ കൾസറിൽ മാർക്കറ്റ് മുട്ടി. അപ്പുറത്ത് ആ SMA-ലും മാർക്കറ്റ് മുട്ടിയിട്ടുണ്ട്. എന്താ ഈ താഴത്തോട്ട് വരുന്നതിൻ്റെ റീസൺ? ഇനിയും മാർക്കറ്റ് വരാനായിട്ടുണ്ട്. എങ്ങോട്ട് വരാനായിട്ടുണ്ട്? 155 വന്ന് മുട്ടാൻ സ്പേസ് ഇട്ടിട്ടുണ്ട് പി. അപ്പോൾ പി 155 വരുമ്പോൾ എവിടം വരെ പോകണം? സി ഇനിയും പോകാനുണ്ട് 199. 155 ഡൗൺ ആവാനുണ്ട്. 155 ഡൗൺ ആവുമ്പോൾ പി 199 ഡൗൺ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ നിർത്താനായിട്ട് പോകുന്തോറും ലെവൽസുകൾ കൂടുതൽ ചാർട്ട് കാണിച്ചു തരികയാണ്. അതിനർത്ഥം പോകുന്നതിന് മുമ്പ് കുറച്ചും കൂടെ മനേഷിന് തരാം. മനേഷ് അതും കൂടെ എടുത്തിട്ട് പൊക്കോന്നായിരിക്കും ചിലപ്പോൾ ചാർട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് പുതിയ ലെവലുകളൊക്കെ നമ്മുടെ കൺമുന്നിലേക്ക് ചാർട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, 155 എത്തിയപ്പോൾ 182 കൺസോളേഷൻ സോൺ ഉണ്ട് കേട്ടോ. അതും ഒരു നല്ലൊരു ഏരിയ ആണ് എന്തൊക്കെ പറഞ്ഞാലും. RSI ഓൾറെഡി ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബിഗ് മൂവ്മെന്റ് വന്നതെന്ന് അറിയോ? അപ്പം നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവാം, ഇതേപോലെ ഹൈ വോളിയത്തിൽ മാർക്കറ്റ് എന്തുകൊണ്ട് തിരിച്ചു മൂവായി? നോക്കിയേ, 155 വന്നു. ഓരോ ക്യാൻഡിലും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് പോയേക്കണേ. അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ മൂവ്മെന്റ്, ഈ ഹൈ വോളിയം മൂവ്മെന്റ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റി? അത് 199 മുട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. എവിടെ മുട്ടണം? പി 145. എൻ്റെ കൾസറിൽ മുട്ടുമ്പോൾ പി 145 എൻ്റെ കൾസറിൽ മുട്ടുമ്പോൾ സി 199 മുട്ടുമെന്ന് നോക്കണം. നിങ്ങൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ പിയിൽ നോക്കി, പി 140 ഇറങ്ങി. പിന്നെ എന്തുകൊണ്ട് സിയിൽ നോക്കി? സിയിൽ ആദ്യത്തെ സ്കാൽപ്പിംഗ് പോയിന്റിന് ശേഷം ഈ ഹൈ വോളിയം മൂവ്മെന്റ് ഞാൻ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു ചോദ്യമാണ്. അത് ഞാൻ കാണിച്ചു തരാം. 30 മിനിറ്റിന്റെ SMA 25,067 പോയിക്കൊണ്ടിരിക്കുന്നത്. 30 മിനിറ്റ് 9:51 കാര്യം വളരെ സിമ്പിളാണ്. ഒന്ന് എക്സ്പീരിയൻസ്. SMA മുകളിൽ മുട്ടാനായിട്ടുണ്ട് കണ്ടോ. 25,067 25,050 വന്നിട്ട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. 25,067 മുട്ടാനായിട്ടുണ്ട്. അപ്പോൾ 30 മിനിറ്റ് ഓൾമോസ്റ്റ് 50% ബ്രേക്ക് ചെയ്തു. 5 മിനിറ്റിന്റെ RSI ദേ റെഡിലേക്ക് കയറി. 15 മിനിറ്റ്സിന്റെ RSI അപ്പർ സൈഡാണ്. ഇത് മൂന്നും ഒരേ ദിശയിൽ വന്നതുകൊണ്ടാണ് ഹൈ വോളിയം മൂവ്മെന്റ് ഉണ്ടായത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണ്? 30 മിനിറ്റിന്റെ RSI ഡൗണിലേക്ക് നിന്നു. 15 മിനിറ്റ്സിന്റെ RSI ഡൗണിലേക്ക് നിന്നു. 5 മിനിറ്റിന്റെ RSI ഡൗണിലേക്ക് നിന്നപ്പോഴാണ് പീക്കായിട്ടുള്ള കഴിഞ്ഞ ദിവസം താഴത്തോട്ടുള്ള മൂവ്മെന്റ് എടുത്തത്. 30 മിനിറ്റ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നു. 15 മിനിറ്റ്സ് താഴത്തോട്ട് വന്ന 15 മിനിറ്റ്സ് എന്തുകൊണ്ടാണ് റീക്രോസ് ഓവറായി മേളിലോട്ട് പോയത്? 5 മിനിറ്റിന്റെ RSI മേളിലോട്ട് നിൽക്കുന്നു. മൂന്നും ഒരേപോലെ ഘടകം വന്നപ്പോൾ മാർക്കറ്റ് മേളിലോട്ട് പോയി. രണ്ടാമത്തെ കേസ്, ഈ ഒരു ക്യാൻഡലിന്റെ ഹൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓൾറെഡി ഞാൻ രാവിലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തിരിച്ചും മേളിലോട്ട് വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാവിലെ മാർക്കറ്റ് താഴത്തോട്ട് പോയത്. അത് തിരിച്ചു മുകളിലോട്ട് വന്നാൽ 25,100 വരെ വരണ്ടേ? അതൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ SMA പ്രാധാന്യമുണ്ട്. 5 മിനിറ്റിന്റെ RSIക്ക് പ്രാധാന്യമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈ വോളിയം മൂവ്മെന്റ് ഇപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. 8 പോയിന്റിന് പകരം ഇത്രയും വോളിയം എന്തുകൊണ്ട് എടുത്തു, അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് എന്തുകൊണ്ട് പൊക്കത്തോട്ട് പോയി എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 206 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. SMA ടച്ച് ചെയ്തിട്ടുണ്ട്. ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ളത് 220, 237. അപ്പോൾ എന്തായി മാർക്കറ്റിൽ? അല്ലേ, മാർക്കറ്റ് തിരിച്ചു വരും എന്ന് രാവിലെ പറഞ്ഞ ലെവല് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 25,103 എത്തിയില്ല എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. നിലവിലുള്ള ക്യാൻഡലിന്റെ ഹൈ പോയിരിക്കുന്നത് 25,098. ശരിക്കും കണക്കും പ്രകാരം 25,103 വരെ മാർക്കറ്റ് വരണം. ആ 25,103 ബ്രേക്ക് ചെയ്ത 25,125 പോയി മാർക്കറ്റ് നിൽക്കും. അതാണ് രാവിലെ SMA കേസ് ഉണ്ട്. അതിനിടക്ക് 5 മിനിറ്റിന് RSI താഴത്തോട്ട് പോയതുകൊണ്ട് മാത്രമാണ് പിയിലെ നോർമൽ ആയിട്ടുള്ള കുറച്ച് ലെവലുകൾ എടുത്തത്.
അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മേളിലോട്ട് വന്ന് ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 25,125 മാർക്കറ്റ് കൺസോളിഡേഷൻ ആയിട്ട് ഒതുങ്ങാനായിട്ടുള്ള ഒരു ഏരിയ. ഇനി ഇരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 9:56 കറക്റ്റ് 10 മണിക്ക് ഇന്നത്തെ പരിപാടി തീർക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ പരിപാടി ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 25,103 എന്നുള്ള ലെവല് ഓൾമോസ്റ്റ് ഇനി പോകാനൊക്കെ ഉണ്ട് കേട്ടോ. ഇനി വെറുതെ നോക്കിയിരിക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ലൈവിൽ പറയുമ്പോഴത്തേക്കും വീഡിയോയുടെ ലെങ്ത് കൂടും. 10 മിനിറ്റ് 2 മിനിറ്റുള്ള വീഡിയോ ഉണ്ടോയെന്ന് തിരക്കി കിടക്കുന്ന ആളുകളാണ് മെജോറിറ്റി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും വലിയ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരത് കാണാനായിട്ടുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പോൾ 25,103 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. നിലവിലുള്ള ഈ ഒരു ക്യാൻഡിലെ ഹൈ എന്ന് പറഞ്ഞാൽ 25,103.3 ഞാൻ പറഞ്ഞ ടാർഗറ്റ്. അത് 25,103.7 കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടാണ് സ്ട്രഗിൾ ആവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കറക്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1.5 ടാർഗറ്റാണ്. പക്കാ ഹിറ്റിംഗ് ടാർഗറ്റാണ്. അപ്പം അത് പിയിലും കിട്ടി, സിയിലും കിട്ടി. കാര്യങ്ങൾ നല്ല രീതിയിൽ ബോധിച്ചിട്ടുണ്ട്. അപ്പം എനിവേ കൂടുതലൊന്നും പറയുന്നില്ല. പറയാനുള്ളത് ബാക്കി പുറകെ പറയാം. ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്, എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് അടിപൊളിയാണ്, ചാർട്ട് അടിപൊളിയാണ്, സിസ്റ്റം അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്. പക്ഷെ പഠിക്കാനോ അവരിലേക്ക് ഒരു 5-6 മാസം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടോ ആർക്കും താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും പഠിച്ചു കൊള്ളാം. എന്ത് വന്നാലും ഒരു 6 മാസം 1 വർഷം കട്ടക്ക് കൂടെ നിന്നിട്ട് എന്ത് വന്നാലും ഞാനിതൊരു പ്രൊഫഷണലാക്കി എടുക്കാവുന്ന രീതിയിൽ ചാർട്ട് റീഡിങ് പഠിച്ചോളാം എന്നുറപ്പുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക. കാരണം ഇന്നലെ 10-18 പേര് വിളിച്ചിട്ടുണ്ട്. അവർക്കൊന്നും 6 മാസമൊന്നും കഷ്ടപ്പെടാനോ പഠിക്കാനോ ആയിട്ടുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും അവരവർക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു കൺസെപ്റ്റേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ഈ പഠിപ്പിക്കുന്നത് അത്ര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. എനിക്ക് പഠിപ്പിച്ചിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ടോപ്പ് ആളാവണം എന്ന് എനിക്ക് യാതൊരു വിധ നിർബന്ധമില്ല. പഠിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാ ഞാൻ മനസ്സിലാക്കിയ ഒരു സ്കില്ല് മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾക്ക് പഠിക്കാനോ നിങ്ങളിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനോ സമ്മതമല്ലാത്ത ആരും ദയവ് ചെയ്ത് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്നില്ല. ഓൾറെഡി 10-300 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ 10-21 പേര് ലൈവിൽ കൂടിയിരുന്ന് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് കളയാനായിട്ട് ഒട്ടും ടൈമും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഉറപ്പിച്ച് കട്ടക്ക് കൂടെ നിൽക്കാം എന്നുള്ളവർ മാത്രം പഠിക്കാനായിട്ട് വരിക. പഠിക്കാനായിട്ട് ഉറപ്പിച്ചൊരു തീരുമാനം എടുത്തിട്ട് കോൺടാക്ട് ചെയ്യുക. കാരണം കഴിഞ്ഞ ദിവസം ശനിയും ഞായറും ഞാൻ പഴനിയിലായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കും 10-22 കോൾ വന്നിട്ടുണ്ട്. ഞാൻ ട്രെയിനിൽ നിന്ന് സംസാരിച്ചു, പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിച്ചു. പക്ഷെ ആർക്കും പഠിക്കണമെന്നൊന്നുമില്ല. ക്വിക്കായിട്ട് ക്യാപ്സ്യൂൾ രൂപത്തിൽ ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റബിൾ ആവണമെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയുള്ള നടപടി എൻ്റെ അടുത്തില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആരും എന്നെ വിളിക്കുകയും വേണ്ട. 6 മാസം കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. ഇതൊരിക്കലും ബുദ്ധിമുട്ടല്ല. എനിക്ക് സംസാരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. എനിക്ക് ഓഫീസോ സ്റ്റാഫോ അങ്ങനെയുള്ള ആളുകളോ ആരുമില്ല. ഇതിൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു തരണം. പിന്നെ ഒരാളോട് എനിക്ക് സംസാരിച്ചാൽ മാത്രമാണ് തൃപ്തിയാവത്തുള്ളൂ. അതുകൊണ്ട് ഉറപ്പിച്ച ശേഷം വിളിക്കുക. ഇല്ലെങ്കിൽ 6 മാസം 1 വർഷം എന്നെ ഫോളോ ചെയ്തിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഞാൻ ഇതിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി പറയാനുള്ളത് പുറകെ പറയാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു 80% മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും
ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.